നമ്മുടെയൊക്കെ ഉള്ളിൽ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയൊരു ശക്തി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുണ്ടലിനി എന്ന ആ നിഗൂഢമായ സർപ്പശക്തിയെക്കുറിച്ചാണ്. അതിന്റെ രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നിൽ നിന്ന് തുടങ്ങാം, അല്ലേ? ഒരാറ്റം. അതിന്റെ നടുക്ക് ചലനമില്ലാത്ത ഒരു കേന്ദ്രം, അതിനു ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഊർജ്ജമായ ഇലക്ട്രോണുകൾ. ഒന്ന് നിശ്ചലമായിരിക്കുന്നു, മറ്റൊന്ന് ചലനാത്മകമായി അതിനെ വലം വയ്ക്കുന്നു. ഈയൊരു ആശയം മനസ്സിൽ വയ്ക്കുക. ഇനിയൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈയൊരു പ്രപഞ്ചതത്വം, ഈ നിശ്ചലതയും ചലനവും നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിനുള്ളിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലോ? അതെ, അവിടെ നിന്നാണ് നമ്മൾ ഈ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കിടക്കാം. എന്താണ് ഈ പറയുന്ന ചുരുണ്ടുകിടക്കുന്ന സർപ്പശക്തി? അതായത്, പ്രപഞ്ചത്തിലെ ഏതൊരു ഊർജ്ജത്തിനും അടിസ്ഥാനപരമായ രണ്ട് ഭാവങ്ങളുണ്ട്. എല്ലാത്തിനും ഒരു അടിസ്ഥാനമായി വർത്തിക്കുന്ന, ചലനമില്ലാത്ത ഒരു പശ്ചാത്തലം, പിന്നെ അതിൽ നിന്ന് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയും. നമ്മുടെ ഉള്ളിലെ ആ നിശ്ചലമായ, എന്നാൽ എപ്പോൾ വേണമെങ്കിലും ഉണർത്താവുന്ന ആ അപാരമായ ഊർജ്ജമല്ലേ, അതിനെയാണ് കുണ്ടലിനി എന്ന് പറയുന്നത്. നട്ടിലിന്റെ ഏറ്റവും താഴെ ഉണർത്തപ്പെടാൻ കാത്ത് ചുരുണ്ടുകിടക്കുന്ന ഒരു സർപ്പത്തെപ്പോലെയാണത്. ശരി, അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്: എന്തിനാണ് ഈ ശക്തിയെ ഉണർത്താൻ ശ്രമിക്കുന്നത്? അതിന്റെ ലക്ഷ്യമെന്താണ്? അതിന് രണ്ട് ഉത്തരങ്ങളുണ്ട്: ആസ്വാദനവും മോക്ഷവും. അല്ലേ? സ്വാഭാവികമായും തോന്നുന്ന ഒരു സംശയമാണിത്. ഇത്രയും വലിയൊരു കാര്യത്തിന് മുതിരുന്നതെന്തിനാണ്? നമ്മുടെയൊക്കെ മനസ്സിനെക്കുറിച്ചൊന്നാലോചിച്ചു നോക്കൂ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിന്തകളുടെ ഓളങ്ങൾ, ഒരിക്കലും പൂർണ്ണമായി ശാന്തമാകാതെ ഇളകിമറിയുന്ന ഒരു തടാകം പോലെ, അല്ലേ? ആ തടാകത്തിലെ ഓളങ്ങളെയെല്ലാം പൂർണ്ണമായി ഇല്ലാതാക്കി ചിന്തകൾക്കപ്പുറം നിൽക്കുന്ന ആ പരമമായ ശാന്തിയുടെ ഒരവസ്ഥയുണ്ട്. അതിലെയാണ് നിർവികൽപ്പ സമാധി എന്ന് പറയുന്നത്. അതാണ് ഒരു ലക്ഷ്യം. പക്ഷേ ഇവിടെയാണൊരു രസകരമായ കാര്യമുള്ളത്. ഈ വഴി തിരഞ്ഞെടുക്കുന്നതിലൂടെ ലോകത്തിലെ സുഖങ്ങളെയൊന്നും വേണ്ടെന്ന് വെക്കണമെന്നില്ല. ലൗകികമായ ആസ്വാദനവും അതേസമയം തന്നെ ആത്യന്തികമായ മോക്ഷവും രണ്ടും ഒരുമിച്ച് നേടുക എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഈ ലക്ഷ്യത്തിലെത്താൻ ഒരു യോഗി എന്തൊക്കെയാണ് ശരിക്കും ചെയ്യേണ്ടത്? അവരുടെ കയ്യിലുള്ള ടൂൾസ് എന്തൊക്കെയാണ്? ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗുരു. ഒരു ഗുരുവിന് തന്റെ നോട്ടത്തിലൂടെയോ സ്പർശനത്തിലൂടെയോ, എന്തിന് മനസ്സിലെ ചിന്തയിലൂടെയോ പോലും ശിഷ്യനിലേക്ക് ആത്മീയമായ ഊർജം പകരാൻ കഴിയുമെന്നാണ് വിശ്വാസം. അതോടൊപ്പം തന്നെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കാനായി യോഗി ഒരുപാട് കാര്യങ്ങൾ പരിശീലിക്കുന്നുണ്ട്. ആസനങ്ങൾ, പ്രാണായാമം, ബന്ധങ്ങൾ, മുദ്രകൾ, അങ്ങനെ പലതും. ഇത് വെറുമൊരു ശാരീരിക വ്യായാമം മാത്രമല്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേ? കഴിക്കുന്ന ഭക്ഷണം പോലും മനസ്സിനെ നേരിട്ട് സ്വാധീനിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് സാത്വികമായ, ശുദ്ധമായ ആഹാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം: ഈ യാത്ര അത്ര എളുപ്പമൊന്നുമല്ല. വഴിയിൽ ഒരുപാട് അപകടങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്. ഏറ്റവും വലിയ വെല്ലുവിളികൾ പുറത്തുനിന്നല്ല വരുന്നത്, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. അമാനുഷിക കഴിവുകൾ കിട്ടുമ്പോഴുള്ള അഹങ്കാരം, പ്രശസ്തിയോടുള്ള ആഗ്രഹം, ഇതൊക്കെ സാധകനെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഈയൊരു വാചകം ശരിക്കും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. ഭൗതിക ശരീരത്തെ പൂർണ്ണമായും കീഴടക്കുക എന്നത് എത്രത്തോളം കഠിനവും അപകടം പിടിച്ചതുമായ ഒന്നാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. അപ്പോ ഈ അപകടങ്ങളെല്ലാം തരണം ചെയ്ത് ഒരു യോഗി മുന്നോട്ടു പോയാൽ അവസാനം അവർ എത്തിച്ചേരുന്ന ആ ബോധാവസ്ഥ എന്തായിരിക്കും? ഇവിടെ ഞാൻ എന്ന ഒരു വേറിട്ട ചിന്ത ഇല്ലാതാവുകയാണ്. ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, അത് ഭക്ഷണം കഴിക്കുന്നതാണെങ്കിൽ പോലും ഞാനല്ല, ശിവനാണ് ചെയ്യുന്നത് എന്ന ബോധത്തോടെയാണ്. തന്നിലൂടെ ദൈവികത പ്രവർത്തിക്കുന്നു എന്ന അനുഭവം. അന്തിമമായ ആ അവസ്ഥയെക്കുറിച്ച് പറയാൻ ഒരുപക്ഷേ ഇതിലും നല്ലൊരു ഉദാഹരണമില്ല. ചൂടുള്ള ചീനച്ചട്ടിയിൽ വീണ ഒരു വെള്ളത്തുള്ളി പോലെ. വ്യക്തിത്വം എന്ന ആ ചെറിയ തുള്ളി പ്രപഞ്ചമെന്ന വലിയ സമുദ്രത്തിൽ അലിഞ്ഞ് ഇല്ലാതാകുന്നു. അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് വളരെ ആഴത്തിലുള്ള ഒരു ചോദ്യത്തിനു മുന്നിലാണ്. യഥാർത്ഥ സ്വത്വത്തെ കണ്ടെത്താനായി നമ്മുടെ ഈ ഞാൻ എന്ന ഭാവത്തെ നഷ്ടപ്പെടുത്തുക. എന്തായിരിക്കും അതിൻ്റെ യഥാർത്ഥാർത്ഥം? അതൊരു ചിന്തയായി അവിടെ നിൽക്കട്ടെ.